പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ നാൾ ക്ലീനൊന്നും ചെയ്യാതെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാരി വലിച്ച് അതിലേക്ക് വെച്ച് അങ്ങനെ ഒരു അടുക്കും ചിട്ടയില്ലാതെ കടന്നിരുന്ന ഒരു ഫ്രിഡ്ജ് ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ഞാൻ ക്ലീനാക്കി എടുത്തത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് മുഷിഞ്ഞു എന്ന് തോന്നുമ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി വെച്ച് അവിടെ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് പോവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഒരുപാട് മുഷിഞ്ഞിട്ടുള്ള ഒരു ഫ്രിഡ്ജ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തതെന്ന് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് ഊരി മാറ്റണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഫ്രിഡ്ജ് ഒന്ന് ഓഫാക്കി ഇടുന്നത് നല്ലതാണ്. അതിൽ കട്ട പിടിച്ചിട്ടുള്ള ഐസും കാര്യങ്ങളൊക്കെ പോയി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടും ഒതുക്കി വെച്ചിട്ടൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ തലേദിവസം തന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടിരുന്നു. അപ്പോൾ അതാ ഐസൊക്കെ നല്ലപോലെ തന്നെ മെൽറ്റായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നാശമായി പോകുന്ന സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ പാൽ വാങ്ങിക്കുന്ന സമയത്ത് പാൽപ്പാട മാറ്റി വെക്കുന്നതാണ് കേട്ടോ, നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് കണ്ടില്ലേ, വെജിറ്റബിളും കാര്യങ്ങളൊക്കെ അങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലുള്ള ബോക്സും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അഴിച്ച് പുറത്ത് അലക്കുകല്ലിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി എടുക്കാനായിട്ട്. ഒരുപാട് പതയുള്ള ലിക്വിഡോ സോപ്പ് പൊടിയോ കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് ഇത് തേച്ച് കഴുകി എടുക്കരുത് കേട്ടോ. നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ളതല്ലേ. അപ്പോൾ ചെറിയ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ലിക്വിഡോ അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് തേച്ച് കഴുകി എടുക്കേണ്ടത്. അങ്ങനെ ഞാനിതാ നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന ലിക്വിഡിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി മൈൽഡായിട്ടുള്ളൊരു പതയോട് കൂടിയാണ് കേട്ടോ തേച്ച് കഴുകി എടുക്കുന്നത്. നല്ല വൃത്തിയുള്ളൊരു സ്ക്രബ്ബറോ സ്പോഞ്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് തേച്ച് കഴുകി എടുക്കാൻ. ഫ്രിഡ്ജിലുള്ള സ്റ്റാൻഡും ബോക്സും ബാസ്ക്കറ്റും കാര്യങ്ങളൊന്നും ഞാൻ എപ്പോഴും ഒന്നും ഊരി തേച്ച് കഴുകാറില്ല കേട്ടോ. ഫ്രിഡ്ജ് നല്ലപോലെ മുഷിഞ്ഞു എന്ന് തോന്നിക്കഴിയുമ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ചെറുനാരങ്ങയോ വിനാഗിരിയോ ചേർത്ത വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇപ്രാവശ്യം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ തോന്നുന്നെങ്കിൽ നല്ലതല്ലേ. ഏതൊരു ക്ലീനിങ്ങും തുടങ്ങി കിട്ടാനാണല്ലോ ബുദ്ധിമുട്ട്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ നടന്നോളും. അപ്പം എല്ലാം ഞാനിതാ നല്ലപോലെ ലിക്വിഡും സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കഴുകി കൂടെ എടുക്കണം. എല്ലാം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അലക്കുകല്ല് കൂടെ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് കഴുകി ഈ അലക്കുകല്ലിൽ വെച്ച് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഉണക്കിയെടുക്കണം. നല്ല വെയിൽ വേണം കേട്ടോ. അപ്പോൾ വെയിലത്ത് വെച്ച് വേണത് ഉണക്കിയെടുക്കാൻ. അപ്പോൾ എനിക്ക് അലക്കുകല്ലിൻ്റെ ഭാഗത്തായിട്ട് നല്ലപോലെ വെയിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ വെച്ച് ഇതെല്ലാം ഒന്ന് ഉണക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ഡോറിലെ ബാസ്ക്കറ്റിലെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഈ ബാസ്ക്കറ്റ് കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ബാസ്ക്കറ്റും ഞാൻ നല്ലപോലെ തന്നെ കഴുകി ഉണക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. ഇനി ഫ്രിഡ്ജിൻ്റെ ഡോറിലെ സൈഡിലൊക്കെ നല്ലപോലെ കരിമ്പനും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണോളം പാത്രം കഴുകുന്ന ലിക്വിഡും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലുള്ള കരിമ്പനൊക്കെ ഇത് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ, ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലൊക്കെ നല്ല പോലെ തന്നെ കരിമ്പൻ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമുക്കിത് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
ഒരു ബ്രഷ് സൊല്യൂഷനിൽ മുക്കി ഒന്നങ്ങ് ഉരച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. എൻ്റെ ഈ ഒരു ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ 15 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. നല്ല പോലെ തന്നെ കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ കുത്തി നിറച്ച് വെക്കാറില്ല. കഴിവതും അന്നാന്ന് തന്നെ പാകം ചെയ്ത് കഴിക്കുകയാണ് പതിവ്. പിന്നെ കൂടുതലായിട്ടും വെജിറ്റബിൾ, പാല്, തൈര്, പിന്നെ അച്ചാറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഡോറിൻ്റെ സൈഡൊക്കെ സൊല്യൂഷൻ വെച്ച് നല്ലപോലെ ഒന്ന് ഉരച്ചെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചുകൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോറിൻ്റെ എല്ലാ സൈഡും ഞാൻ നല്ലപോലെ തന്നെ സൊല്യൂഷൻ വെച്ച് ഉരച്ച് കരിമ്പിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഫുള്ളായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി സൈഡെല്ലാം നല്ലപോലെ തന്നെ ഒരു ടവൽ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചുകൂടെ എടുക്കുന്നുണ്ട്. അങ്ങനെ ദാ ഡോറിൻ്റെ സൈഡൊക്കെ ഞാനൊരു വിധം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾഭാഗം ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ കൂടെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പീസ് ചെറുനാരങ്ങയാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിലുള്ള അണുക്കളും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനൊക്കെ അടിപൊളി സൊല്യൂഷനാണ്. നല്ല വൃത്തിയുള്ളൊരു ടവൽ ഇതിൽ മുക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കണം. ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം നമ്മൾ ലിക്വിഡോ സോപ്പ് പൊടിയോ ഒന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യരുത് കേട്ടോ. ഇതുപോലത്തെ സൊല്യൂഷനൊക്കെ വെച്ച് നമുക്ക് നല്ല പോലെ തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജ് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് അതിൻ്റെ ഉൾഭാഗവും സൈഡ് ഭാഗമൊക്കെ നല്ല പോലെ തന്നെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ ഞാനിത് നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഡോർ ഭാഗമാണ്. ഡോർ ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ കറയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചുകൂടെ എടുക്കുന്നുണ്ട്. എല്ലാം ടവൽ വെച്ച് തുടച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് തന്നെ വെക്കണം. അതിനുള്ളിൽ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിത് നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഫ്രിഡ്ജ് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് സ്റ്റാൻഡൊക്കെ നല്ലപോലെ തന്നെ കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ ഈർപ്പനൊക്കെ പോയി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കഴുകി ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചിരുന്ന ബാസ്ക്കറ്റും ബോക്സും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അതും നല്ലപോലെ തന്നെ വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ ഫ്രിഡ്ജിനുള്ളിലേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതാ ഒരുപാട് ജോലിഭാരമൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷനൊക്കെ വെച്ച് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുത്താൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.